ഞങ്ങൾ എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഞങ്ങൾ എവിടെയാണെന്നുള്ളത്? ഗയയിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് പോകുന്നത് വാരണാസിക്കാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് വാരണാസിയിലാണ്. ഗംഗയുടെ തീരത്തുള്ള ഈ നഗരത്തിന് ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ നഗരങ്ങളിലൊന്നാണ്. വാരണാസി, ബനാറസ്, കാശി, അങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയുമൊക്കെ ഒരു പ്രതിഫലനമായിട്ടുള്ള ഒരു നഗരം. പലരും ഒരു വട്ടം കാണാൻ ഒന്നെത്തിച്ചേരാനായിട്ട് വളരെയധികം കൊതിക്കുന്ന ഒരിടമാണ്. ഞങ്ങൾ ഏകദേശം 3 മണിയോടുകൂടിയാണ് ഇവിടെ എത്തിയത്. ഒരു ഹോട്ടലിൽ നമ്മൾ റൂം എടുത്തു. പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഈ തിക്കിലും തിരക്കിൻ്റെയും ഇടയിലാവാതെ കുറച്ച് ഇവിടെ നിന്ന് മാറി ഒരു റൂം എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ റൂം എടുത്തതിന് ശേഷം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇങ്ങോട്ട് വരികയാണ് ഉണ്ടായത്. നമുക്ക് ഗംഗാരതി ഒന്ന് കാണണം എന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള പല ഘാട്ടുകളിലേക്കൊന്ന് പോകണം എന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഈ തിക്കും തിരക്കും ബഹളവും തന്നെയാണ്. അപ്പോൾ ഈ ഇടവഴികളിൽ കൂടെ നടന്ന് കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യണമെന്ന് നമുക്കുണ്ട്. നല്ല ചൂടുണ്ട് ഇവിടെ, അതുകൊണ്ട് തന്നെ ഈ നടത്തം നല്ല ക്ഷീണവും നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഈ വച്ചിരിക്കുന്നതെല്ലാം ബനാറസി സാരികളാണ്. 400-500 രൂപയ്ക്ക് ഇവിടെ നല്ല സാരികൾ നമുക്ക് കിട്ടും. നമ്മളൊന്നും തന്നെ മേടിച്ചില്ല, കാരണം ഇതും ഏറ്റിപ്പിടിച്ചുകൊണ്ട് ഇനി ഒരുപാട് ദൂരം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നല്ല ബുദ്ധിമുട്ടാവും എന്നാണ് നമ്മൾ കരുതിയത്. അങ്ങനെ ഞങ്ങൾ ഈ സാരികളൊക്കെ നോക്കി. സാരികൾ മാത്രമല്ല, അവിടെ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു. ഈ വീഥികളിൽ കൂടെ നടക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹോണിൻ്റെ ശബ്ദങ്ങൾ വളരെയധികം നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. എല്ലാവരും മറ്റുള്ളവരെ ഒന്നും ശ്രദ്ധിക്കാതെ അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ബഹളവും ഒച്ചയും വണ്ടികളുടെ ശബ്ദവും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗംഗയുടെ തീരത്തുള്ള വിവിധ ഘാട്ടുകളിലേക്കാണ്. ഓരോ ഘാട്ടിനും ഓരോ ചരിത്രമുണ്ട്, ഓരോ പ്രത്യേകതകളുണ്ട്. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. മുമ്പ് ഇവിടെയൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്തു പോയ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെയാണ് ഞങ്ങൾ ഏകദേശം ഒരു ഐറ്റിനറി ഇവിടെ തയ്യാറാക്കിയത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നത് വൈകിട്ടുള്ള ഗംഗാ ആരതി നമുക്ക് കാണണം, രാവിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ വന്ന് തൊഴണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു. ഒരു ഘാട്ടിൽ നിന്ന് മറ്റൊരു ഘാട്ടിലേക്ക് പോകാനായിട്ട് ബോട്ട് സർവീസുകളും പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട് ഇവിടെ. ഞങ്ങൾ ആദ്യം കാണുന്ന ഘാട്ടിൽ എത്തി. ഈ ദശ്വേശ്വമേധ് ഘാട്ടിലാണ് നമുക്ക് ഇന്ന് ഗംഗാ ആരതി കാണാനായിട്ട് സാധിക്കുന്നത്. ഗയയിൽ നിന്ന് വാരണാസി വരെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ കുട്ടികളൊക്കെ വളരെയധികം ടയേർഡായിരുന്നു. എന്നാലും ഞങ്ങൾക്കാണ് ഇതൊക്കെ കാണണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായത്. നമ്മൾ കണ്ടപ്പോൾ അവിടെ ഭയങ്കര തിക്കും തിരക്കുമാണ്. ചെയേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗംഗാ ആരതി കാണാൻ വേണ്ടിയിട്ടാണ്. 7 മണി കഴിഞ്ഞിട്ടേ ഗംഗാ ആരതി തുടങ്ങുള്ളൂ. പക്ഷേ ഞങ്ങളിവിടെ എത്തിയപ്പോൾ 5 മണി ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങൾ പിടിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഇവിടെ എത്തിയേക്കാണ്. ഇപ്പോൾ കാണുന്ന ഈ മൻമഹൽ ഘട്ട് ഉണ്ടല്ലോ, വാരണാസിയിലെ തന്നെ ഏറ്റവും മനോഹരവും അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യവുമുള്ള ഒരു ഘാട്ടാണ്. രാജാ മാൻസിംഗ് ആണ് ഈ ഘാട്ടും അതുപോലെ തന്നെ ഇവിടെയുള്ള ചെറിയ കൊട്ടാരം പോലത്തെ സ്ട്രക്ചറൊക്കെ നിർമ്മിച്ചത്. ഇത് ഏകദേശം 16-ാം നൂറ്റാണ്ടിലാണ് അത്ര നിർമ്മിച്ചത്. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന സൂര്യാസ്തമയം വളരെയധികം മനോഹരമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു അവിടെ അടുത്തുള്ള ഘാട്ടുകളിലേക്കും കൂടെ സഞ്ചരിക്കാമെന്നുള്ളത്. പല ആളുകളും ഈ പ്രദേശത്തെ മാത്രം ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരാണ് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്തുള്ള ഘാട്ടുകളിലേക്കൊക്കെ സഞ്ചരിച്ചു. അവിടെ എല്ലാം ഈ ഗംഗാ ആരതിക്കുള്ള ഒരുക്കങ്ങളാണ്. എല്ലാവരും അത് കാണാനായിട്ടുള്ള തിരക്കിലും സ്ഥലം പിടിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് മണികർണിക ഘട്ടമൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ അവിടേക്കുള്ള പോക്കാണ്. ഈ മണികർണിക ഘട്ട് എന്ന് പറയുന്നത് ആത്മീയപരമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഹിന്ദു വിശ്വാസപ്രകാരം ഇവിടെ ശവസംസ്കാരം നടത്തിക്കഴിഞ്ഞാൽ
നമ്മളുടെ ആത്മാവിന് മോക്ഷം കിട്ടുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ശവശരീരങ്ങൾ ഇവിടെ ഇതുപോലെ കത്തിക്കുന്നത് ഞങ്ങൾക്ക് കാണാനിടയായി. ഇവിടെ 24 മണിക്കൂറും ശവസംസ്കാര ചടങ്ങുകൾ നടക്കാറുണ്ട്. വളരെയധികം ഫിലോസഫിക്കലായിട്ട് മാത്രമേ നമുക്ക് ഈ സ്ഥലത്തെ നോക്കിക്കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നിപ്പോയി. ജീവിതവും മരണവും ഒരേ സ്ഥലത്ത് ഇത്രയും തുറന്നു പറയുന്ന മറ്റൊരു നഗരം ലോകത്തെവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അത്ഭുതമാണ്. നമ്മൾ പലയിടങ്ങളിലും പോയി കണ്ട് ആസ്വദിക്കുന്നത് പോലെയുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടോ അങ്ങനെ ഒരു സ്ഥലമല്ല ഇത്. പല ആളുകളുടെയും വികാരങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് വിശുദ്ധി കൽപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടുത്തെ ശവചിതകൾ ഒരിക്കലും അണയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഗംഗയുടെ തീരത്ത് നിന്ന് ഈ സ്ഥലം കാണുമ്പോൾ വാരണാസിയുടെ മറ്റൊരു മുഖം കൂടി നമുക്ക് മനസ്സിലാവും. ഈ മണികർണിക ഘട്ട് നമ്മളെ ഓർമ്മിപ്പിക്കും ജീവിതം എന്ന് പറയുന്നത് വളരെ നൈമിഷികമാണ് എന്നുള്ള കാര്യം. ഈ മണികർണിക ഘട്ടിലെ കാഴ്ചകൾ കണ്ടപ്പോൾ മനസ്സ് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയത്. അപ്പം നമുക്ക് തോന്നി ഇന്ന് തന്നെ നമുക്ക് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം കൂടെ നടത്താൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഇവിടെ നിന്ന് നേരത്തെ തന്നെ പോകാലോ എന്നുള്ളത്. ദർശനത്തിന് മുമ്പായിട്ട് ഞങ്ങൾ പോയത് ഇവിടെയുള്ള ഒരു നേപ്പാളി ടെമ്പിളിലേക്കാണ്. അവിടുത്തെ കാഴ്ചകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ഈ നേപ്പാളി ടെമ്പിളിൽ നിന്നുകൊണ്ട് ഇവിടെ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് വളരെ ഒരു പ്രത്യേക അനുഭൂതി തരുന്ന ഒരു കാഴ്ചയാണിത്. ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. അധികം പേരിങ്ങോട്ട് എത്തിപ്പെടുന്നില്ല. വളരെ കുറച്ചു പേരാണ് ഇവിടെ ഇരിക്കുന്നുള്ളൂ. പക്ഷേ ഈ സന്ധ്യാസമയത്ത് ഇവിടെ ഇരുന്ന് ഈ കാഴ്ചകൾ കാണാൻ പറ്റിയത് എന്തുകൊണ്ടും വളരെയധികം നന്നായി എന്ന് നമുക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പെട്ടെന്ന് ഞങ്ങൾ അവിടെ ഒരു കാഴ്ച കണ്ടു. അവിടെ ഇത്തിരി വെള്ളം വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് ഒരു കുരങ്ങൻ അത് വന്ന് കുടിക്കുകയാണ്. കുട്ടികൾ കുറച്ചധികം നേരം തന്നെ അതൊക്കെ നോക്കി നിന്നു. പിന്നീട് ഞങ്ങൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് കരുതി. നെക്സ്റ്റ് ഡേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതൊരു അസൗകര്യമാവും എന്നുള്ള ചിന്തയിലാണ് അന്ന് തന്നെ ദർശനം നടത്താമെന്ന് നമ്മൾ വിചാരിച്ചത്. കുറച്ചധികം നേരം നമ്മൾ ക്യൂ നിന്നതിന് ശേഷം ഒരാളുടെ സഹായത്തോടെ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ നോക്കിയെന്നുണ്ടെങ്കിലും അയാൾ നമ്മൾ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. നമുക്കതിൽ കയറാനായിട്ട് സാധിച്ചില്ല. ഉള്ളിലേക്ക് കയറി ഞങ്ങൾ അവിടെയൊക്കെ പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വളരെ ഇടുങ്ങിയ വഴികളാണ്, നിറയെ മാലിന്യം നിറഞ്ഞ വഴികളാണ്. നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലുണ്ടായ ഭക്തിയൊക്കെ ഇത്രയും വൃത്തികെട്ടൊരു അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ആ ഭക്തി എത്രത്തോളം പൂർണ്ണമായിട്ടും നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. അവിടെ ഗംഗ ആരതി നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് നർമ്മദ ആരതി കണ്ടിട്ടുണ്ട് ഗുജറാത്തിൽ വെച്ചിട്ട്. അതിനോട് സാദൃശ്യം തോന്നുന്ന ദൃശ്യങ്ങളാണ് ഈ ഗംഗ ആരതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇത് കാണുമ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. ഒരുപാട് പേരവിടെ ഉണ്ടായിരുന്നു. ഈ പുരോഹിതന്മാർ വളരെ സ്പിരിച്വലായിട്ടാണ് ഇവിടെയുള്ള ഓരോ കർമ്മങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇത് കാണാൻ പറ്റിയപ്പോൾ നമുക്കധികം സന്തോഷമായി. അതിനുശേഷം അവിടെ ഒരു ലേസർ ഷോയും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം അത് കണ്ടു നിന്നു. അത് പൂർത്തിയാക്കാനായിട്ട് കാത്തു നിന്നില്ല. കാരണം ഇത് പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കുമെന്ന് നമുക്ക് തോന്നി. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ നിന്നും ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങൾ ആ ഘാട്ടിൽ നിന്ന് തിരിച്ച് മെയിൻ റോഡിലേക്ക് പോകാനായിട്ട് വളരെ ഇടുങ്ങിയ വഴികളായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും ഒരു അറപ്പ് തോന്നിയെന്ന് തന്നെ വേണം പറയാനായിട്ട്. അത്രയും മാലിന്യം നിറഞ്ഞ വഴികളായിരുന്നു. ഇടയിലെല്ലാം ശവശരീരങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ വാഹനങ്ങളുടെ ഒച്ചയും ബഹളവും പലതരത്തിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും എല്ലാം കണ്ട് സത്യം പറഞ്ഞാൽ മനസ്സ് മടുത്തു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇവിടെ എല്ലാവരും തിരക്കിലാണ്. ജീവിക്കാൻ മറന്നു പോകുന്ന കുറേ പേരെയാണോ നമ്മളിവിടെ കണ്ടുമുട്ടുന്നത് എന്ന് വരെ തോന്നും നമുക്ക് കണ്ടു കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്നും ഒരു ഓട്ടോറിക്ഷയുടെ സഹായത്തോടെയാണ് നമ്മൾ ഹോട്ടലിലേക്ക് എത്തിയത്. ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ മനസ്സ് ശാന്തമായിട്ടാണോ പോകുന്നത് എന്നുള്ളത് നമുക്ക് വളരെയധികം സംശയം തോന്നിയിരുന്നു. പക്ഷെ ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഭാരമുള്ള മനസ്സോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന്
പുറത്തേക്ക് ഇറങ്ങി. ജീവിതവും മരണവും നേർക്ക് നേർ കാണിക്കുന്ന ഒരു അത്ഭുത ഭൂമിയാണ് കാശി. ഇവിടെ ഓരോ ഘാട്ടിലും ജീവന്റെ ആഘോഷവും മരണത്തിന്റെ സത്യവും ഒരുപോലെ അനുഭവിക്കാം. ഗംഗയുടെ തീരത്ത് മനുഷ്യ ജീവിതത്തിന്റെ ആരംഭവും അവസാനവും ഒരേ ദൃശ്യമായി കാണുമ്പോൾ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവുന്നു. അതുകൊണ്ടാണ് കാശിയെ മോക്ഷത്തിന്റെ നാടെന്ന് വിശ്വസിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ ജീവിതം എത്ര താൽക്കാലികമാണെന്നും ആത്മാവ് എത്ര ശാശ്വതമാണെന്നും മനസ്സ് തിരിച്ചറിയുന്നു.